കെജ്രിവാൾ ED കസ്റ്റഡിയിൽ. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ രാത്രിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചത്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് ED ആവശ്യപ്പെട്ടത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി EDയുടെ ആവശ്യത്തെ എതിർത്തത് അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിൽ 3 അഭിഭാഷകർ. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റെന്ന് പ്രതിഭാഗം വാദിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ തിരക്കുള്ള ഒരു വ്യക്തി 9 തവണ സമൻസ് അനുസരിച്ച് ഹാജരായില്ല എന്നതുകൊണ്ട് കുറ്റവാളിയാകില്ല. സാങ്കല്പികമായ ആരോപണങ്ങളാണ് കെജ്രിവാളിനെതിരെ ഉന്നയിക്കുന്നത്. കേസിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം കോടതിയെ അറിയിച്ചു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജുവാണ് EDയുടെ വാദങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചത്. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യ ആസൂത്രകനെന്ന് വാദം. ഇടനിലക്കാരനായ വിജയ് നായരെ തന്റെയാളായി എല്ലാവർക്കും അരവിന്ദ് കെജ്രിവാൾ പരിചയപ്പെടുത്തി. 40 കോടിയുടെ ഹവാല പണം ഗോവയിലേക്ക് കൊണ്ടുപോയതിനു പിന്നിലും അരവിന്ദ് കെജ്രിവാളാണെന്ന് ED ആരോപിക്കുന്നു. കവിതയുമായി ഒത്തുചേർന്ന് കെജ്രിവാൾ അഴിമതിക്കുള്ള സാഹചര്യമുണ്ടാക്കി. എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് 6 ദിവസത്തേക്ക് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം. വൈദ്യ നിയമസഹായങ്ങൾക്ക് കെജ്രിവാൾ ഈ കാലയളവിൽ അർഹനായിരിക്കും. അറസ്റ്റിലായതിനുശേഷം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതിരുന്ന അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതിയുടെ തീരുമാനം കനത്ത തിരിച്ചടിയാണ്. 24 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ ED കസ്റ്റഡിയിൽ കെജ്രിവാളിനെ വിട്ടതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ്? ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം, ജനാധിപത്യത്തിലെ കറുത്ത ദിനം എന്ന പ്രതികരണം പുറത്തുവരുന്നു, BJPയുടെ പ്രതികരണം പുറത്തുവരുന്നു. ആ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ്? കെജ്രിവാളിനെ ED ആസ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു ബൽറാം? അഭിജിത്ത്, അരവിന്ദ് കെജ്രിവാളിനെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. കോടതിയിൽ നിന്നും ഉത്തരവ് ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ കെജ്രിവാളിനെ ഡൽഹി പോലീസിന്റെ അകമ്പടിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇനി ചോദ്യം ചെയ്യലായിരിക്കും. കെജ്രിവാളിനെ വിശദമായി തന്നെ വരുന്ന 6 ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യും. ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ഇന്ന് ഈ കോടതിയിൽ നിന്നും വിധിക്ക് ശേഷം മടങ്ങുന്ന ഘട്ടത്തിൽ കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ കോടതിക്ക് അകത്ത് വെച്ച് പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയായി തുടരും എന്ന് തന്നെയാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ജയിലിലാണെങ്കിലും കെജ്രിവാൾ തന്നെ ഡൽഹി ഭരിക്കും. അതിലൂടെ കൃത്യമായി തന്നെ ഒരു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്നും BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുമുള്ള പ്രചരണം അതിലൂടെ കടുപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ആ നീക്കം നടപ്പാക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. വരും ദിവസങ്ങളിലെ പ്രതിഷേധ പരിപാടികളും ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇന്ത്യ മുന്നണി. പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കാൻ കമ്മീഷൻ ഇടപെടണമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാൽ, അഭിഷേക് സിംഗ്വി, CPIMൽ നിന്ന് സീതാറാം യെച്ചൂരി എന്നിവരെ കൂടാതെ തൃണമൂൽ കോൺഗ്രസ്, DMK, ആം ആദ്മി പാർട്ടി, NCP, സമാജ്വാദി പാർട്ടി പ്രതിനിധികളും സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാങ്ക്ടിറ്റി എന്നതിലുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരൊറ്റ ഭരണപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ഒരൊറ്റ ആക്ഷനും ഇല്ല. എല്ലാം പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായി. ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ രാജ്യവ്യാപക പ്രതിഷേധം. BJP ഓഫീസുകളിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു. ഡൽഹിയിൽ മന്ത്രിമാരായ അതിഷി മർലേന, സൗരവ് ഭരദ്വാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 10 മണിയോടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഒത്തുകൂടിയ പ്രവർത്തകർ മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിൽ ITOയിലേക്ക് മാർച്ച് നടത്തി. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറിയില്ല. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി.
ഗതാഗതം സ്തംഭിച്ചതോടെ ഡൽഹി മന്ത്രിമാരായ അതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓരോ 5 മിനിറ്റ് ഇടവേളയിലും പ്രവർത്തകർ ചെറുസംഘങ്ങളായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കടുത്ത നടപടിയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് സ്വീകരിച്ചത്. അതേസമയം സ്വന്തം ചെയ്തികളുടെ ഫലമായാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതെന്ന് നേരത്തെ കെജ്രിവാളിനൊപ്പം അഴിമതി വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അണ്ണാ ഹസാരെ കുറ്റപ്പെടുത്തി. മദ്യത്തിനെതിരെ പ്രവർത്തിച്ചയാൾ അധികാരത്തിലെത്തിയപ്പോൾ മദ്യനയം തിരുത്തിയെന്ന് വിമർശനം. जिसका मुझे दुख हुआ, लेकिन करेगा क्या, सत्ता के सामने कुछ नहीं कर सकता। आखिर उसको जो अरेस्ट किया गया, अटक हुआ, वो एक कृति से हुआ। അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിക്കാൻ രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബത്തെ നേരിൽ കാണും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ITOയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. 24 ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ED നടപടിക്കെതിരെ കോൺഗ്രസും DYFIയും രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊച്ചി ED ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധങ്ങളെ അഴിമതിക്കാരുടെ കൂട്ടക്കരച്ചിലെന്ന് പരിഹസിച്ച BJP പിണറായിക്കെതിരെ നാളെ നടപടിയുണ്ടായാൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നും ചോദിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിൽ LDFനും UDFനും ഒരേ സ്വരം. പൊതുതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നടപടി ജനാധിപത്യ ധ്വംസനമാണെന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാർ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുവെന്നും CPIM. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. അറസ്റ്റ് ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ശ്രമമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. എങ്ങനെയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തണം, ഇന്ത്യ മുന്നണിയെ തകർക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റിനെ ന്യായീകരിക്കുന്ന BJP കോൺഗ്രസിനെയും CPMനെയും ഒരേപോലെ പരിഹസിച്ചു. സംസ്ഥാനത്ത് അഴിമതി നടത്തിയിട്ടുള്ള ഭരണാധികാരികൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ആ കേസുകളെല്ലാം അന്വേഷണത്തിലാണ്. ആ കേസുകളിൽ സത്വര നടപടി വേണമെന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കുന്ന ആളാണ് VD സതീശനും കോൺഗ്രസ്സുകാരും. വല്ല നടപടി ഉണ്ടാവുമ്പോൾ ഉടനെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDFും UDFും ആം ആദ്മി പാർട്ടിയും പ്രതിഷേധ മാർച്ച് നടത്തി. കൊച്ചി ED ഓഫീസിലേക്ക് ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കോട്ടയം ഗാന്ധി സ്ക്വയറിലും പാലക്കാട് ചന്ദ്രനഗറിലും മലപ്പുറം കോട്ടയ്ക്കലിലും പ്രതിഷേധം നടന്നു. വയനാട്ടിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മന്ത്രിസ്ഥാനം നഷ്ടമായ K. പൊന്മുടി വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് K. പൊന്മുടിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത്. ഹൈക്കോടതിയുടെ ശിക്ഷാവിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് K. പൊന്മുടിയെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർ RN രവിക്ക് ശുപാർശ നൽകിയത്. എന്നാൽ ഗവർണർ ഇത് നിരസിച്ചു. സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയില്ല എന്നായിരുന്നു ഗവർണർ പറഞ്ഞ കാരണം. തുടർന്നാണ് DMK സുപ്രീം കോടതിയെ സമീപിച്ചത്. ഗവർണർ RN രവിയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ഒരു ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന താക്കീതും നൽകി. ഇതോടെയാണ് ഗവർണർ വഴങ്ങിയത്. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകി രാജ്ഭവൻ ഉത്തരവിറക്കി. തുടർന്നാണ് വൈകിട്ട് K. പൊന്മുടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 24 ചെന്നൈ. തമിഴ്നാട്ടിൽ BJPയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJPയിൽ ചേർന്ന സമത്വ മക്കൾ കക്ഷി നേതാവ് ശരത് കുമാറിന്റെ ഭാര്യ രാധിക ബിരുദോനഗറിൽ നിന്ന് ജനവിധി തേടും. 15 സ്ഥാനാർത്ഥികളെയാണ് BJP ഇതുവരെ പ്രഖ്യാപിച്ചത്. സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിൽ സീറ്റ് ലഭിക്കാതിരുന്ന മുൻ മുഖ്യമന്ത്രി O. പനീർസെൽവം NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കും. സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുകയെന്ന് OPS വ്യക്തമാക്കി. അണ്ണാ-DMK സഖ്യത്തിൽ മത്സരിക്കുന്ന DMDKയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകരൻ ബിരുദനഗറിൽ മത്സരിക്കും. 5 സീറ്റുകളിലാണ് DMDK മത്സരിക്കുക. തമിഴ്നാട്ടിൽ DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാണ്. കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി. 10,000 കോടി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്നും
അത് അനുവദിക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ടെന്നും കേരളം വാദിച്ചു. സർക്കാർ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ സംസ്ഥാനത്തിന്റെ ധനക്കമ്മി 7% ഉയരുമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. കേസ് വിധി പറയാൻ മാറ്റി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകി പാർട്ടികളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വിവരങ്ങൾ പുറത്ത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രേഖയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച എല്ലാ വിവരവും SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതോടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികൾ ഫണ്ട് നൽകിയതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ കൂട്ടത്തിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാപ്പുസാക്ഷിയായ വ്യവസായി P. ശരത്ചന്ദ്ര റെഡ്ഡിയുമുണ്ട്. ശരത്ചന്ദ്ര റെഡ്ഡി ഡയറക്ടറായ അരബിന്ദോ ഫാർമ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ BJPക്ക് നൽകിയത് കേസിൽ അറസ്റ്റിലായതിന്റെ 5ാം ദിവസമാണ്. നികുതി വെട്ടിപ്പിന് ആദായ നികുതി വകുപ്പ് 2022 ജൂലൈയിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ബംഗളൂരു ആസ്ഥാനമായ മൈക്രോ ലാബ് 16 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയത്. സിക്കിം ക്രാന്തി മോർച്ച 7 കോടിയും BJP 6 കോടിയും കോൺഗ്രസ് 3 കോടിയും ഇലക്ട്രൽ ബോണ്ട് വഴി മൈക്രോ ലാബ് കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയതായി SBI രേഖകൾ തെളിയിക്കുന്നു. ED അന്വേഷണവും ആദായ നികുതി വെട്ടിപ്പ് അന്വേഷണവും നേരിടുന്ന തെലങ്കാനയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഹെറ്ററോ ബയോഫാർമയിൽ നിന്ന് BRSന് 50 കോടി രൂപയുടെ ബോണ്ടും BJPക്ക് 10 കോടി രൂപയുടെ ബോണ്ടുകളും ലഭിച്ചു. ഹൈദരാബാദിലെ MSN ഫാർമ കമ്പനി 20 കോടി രൂപ BRSനും 16 കോടി BJPക്കും നൽകിയതായാണ് വിവരം. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് 910 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതിൽ EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുമ്പോഴാണ് 1368 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24. നർത്തകൻ RLV രാമകൃഷ്ണന് നേരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ വ്യക്തമാക്കി. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. ഇടുക്കി സ്വദേശിയുടെ പരാതിയിലാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. സത്യഭാമയ്ക്കെതിരെയും യൂട്യൂബ് ചാനലിനെതിരെയും പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരോട് നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് RLV രാമകൃഷ്ണനും വ്യക്തമാക്കി. യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അത് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും RLV രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തി. തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനായി വേദി ഒരുക്കും. രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ക്ഷണം അറിയിച്ചു. ഒറ്റയ്ക്ക് വന്ന് റെക്കോർഡിംഗ് ഇട്ട് എന്റെ ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. എന്നാൽ അന്നേ ദിവസം മറ്റൊരു പരിപാടിയുള്ളതിനാൽ രാമകൃഷ്ണൻ ക്ഷണം നിരസിച്ചു. നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇല്ല, പോകാൻ പറ്റില്ല. അതെ പരിപാടി. അതിനിടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ കോളേജ് ഡേ ആഘോഷത്തിൽ RLV രാമകൃഷ്ണൻ വേദി ഒരുക്കി. മുഖ്യാതിഥിയായി എത്തിയ രാമകൃഷ്ണൻ വേദിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. തൃശൂർ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. ഒരാന അടുത്തുള്ള ആനയെ കുത്തുകയായിരുന്നു. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സംഭവിച്ചത്? കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ആറാട്ടുപുഴ തറക്കൽ പൂരത്തിനിടെ ആന ഇടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആന ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാന, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ഒരാന ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിൽ പെട്ടെന്ന് ഇടയുകയായിരുന്നു. ഇടഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് ആദ്യം ഈ ആന ഓടുന്നത്. പിന്നാലെ തൊട്ടടുത്ത് നിന്ന് ആനയെ പുറകിൽ നിന്ന് കുത്തി ഓടിക്കുകയായിരുന്നു. ഇതോടുകൂടി രണ്ടാമത്തെ ആനയും പരിഭ്രാന്തിപ്പെട്ട് അവിടെ നിന്ന് ഓടി. ഏറെ ദൂരം ഈ 2 ആനകളും ഓടി എന്നുള്ളതായിരുന്നു. ഈ സമയത്ത് ആളുകൾ, അതായത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു പാലത്തിലൂടെയാണ് ഈ 2 ആനകളും ഓടിയത്. ഈ സമയം പാലത്തിന് മുകളിലൊക്കെ ആളുകൾ കയറി നിന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ഈ തിക്കിനും തിരക്കിനും ഇടയിലും ആദ്യത്തെ ആന വിരണ്ടോടുന്ന സമയത്തുണ്ടായ ആ സമയത്ത് ആക്രമണത്തിലുമാണ് ഇത്തരത്തിൽ ഈ 4 പേർക്ക് നിലവിൽ പരിക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിലേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രദേശത്ത്
നിന്ന് ലഭിക്കുന്നത്. ഈ പരിക്കേറ്റവരെ എല്ലാം നിലവിൽ ഈ ആംബുലൻസുകളിൽ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 2 ആനകളെയും എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആദ്യം ഇരണ്ടോടിയ ആനയെ ഈ എലിഫന്റ് ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് പിടികൂടുകയായിരുന്നു. കാര്യം ആനയും സാധാരണ നിലയിൽ തളയ്ക്കാൻ പാപ്പാന്മാരെല്ലാം ശ്രമിച്ചെങ്കിലും എലിഫന്റ് സ്ക്വാഡും എല്ലാം ശ്രമം നടത്തിയെങ്കിലും ആനയെ തളയ്ക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ എലിഫന്റ് ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആനയെ പിടികൂടുകയായിരുന്നു. ഒപ്പം രണ്ടാമത് വിരണ്ടോടിയ ആനയെ അല്ലാതെ തന്നെ പാപ്പാന്മാർ ഇടപെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി തളയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. കാരണം വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഉപചാരം ചൊല്ലി പിരിയുന്ന സമയമാണ്. ആ സമയത്ത് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് പെട്ടെന്ന് ഈ ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളാണ് രണ്ടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് കുറച്ചുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിലാണ് ഒരു ആന പെട്ടെന്ന് ഇടയുന്നത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ ആന ഇടഞ്ഞ് കയറുന്നു. തൊട്ടു പിന്നാലെ സമീപത്ത് നിന്ന മറ്റൊരു ആന ഈ കുത്തി ഓടിക്കുകയായിരുന്നു. ആ പരിഭ്രാന്തിപ്പെട്ട 2 ആനകൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ആനയുടെ പുറകെ ആ കുത്തി ആന കുമ്പുകൊണ്ട് കുത്തി ഓടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആളുകൾക്കിടയിലേക്ക് 2 ആനയും ഓടിക്കയറുന്നത്. ഇതിനിടയിലാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ഭീകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ഈ പാലത്തിന്റെ കരുവന്നൂർ പാലമാണ്. ആ പാലത്തിന്റെ ഇരുവശവും കയറി നിന്നുകൊണ്ടാണ് ആളുകൾ ഈ ആന വരുന്ന സമയത്തെല്ലാം ഈ രക്ഷപ്പെടുന്നത്. അങ്ങനെ ഏറെ ദൂരം ഈ ആനകൾ രണ്ടും ഓടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിന്നീട് എലിഫന്റ് ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആനയെ പിടികൂടുന്നു. മറ്റേ ആനയും അല്ലാതെ തന്നെ പാപ്പാന്മാർ ഇടപെട്ടുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് മാറ്റി തളയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ ആളുകളെ എല്ലാം തന്നെ അവിടെ നിന്ന് ആംബുലൻസ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്നത്. 4 പേർക്ക് മാത്രമല്ല അതിലേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഉൾപ്പെടെ ഈ പരിക്കേറ്റവരുടെ പ്രാഥമികമായുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. 10:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ആന ഇടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എലിഫന്റ് സ്ക്വാഡിന്റെ സംയോജിതമായ ഇടപെടലും അതുപോലെ തന്നെ പാപ്പാന്മാരും ഈ ക്ഷേത്ര കമ്മിറ്റിയും എല്ലാം ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് ആളുകൾ അവിടെ നിന്നെല്ലാം മാറ്റിയത് കൊണ്ട് ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഈ ആനകളെ തളയ്ക്കാൻ സാധിച്ചു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശൂർ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെയാണ് 2 ആനകൾ ഇടഞ്ഞത്. ഒരാന അടുത്തുള്ള ആനയെ കുത്തുകയായിരുന്നു. പിന്നീട് ഏറെ ദൂരം ഈ 2 ആനകളും സഞ്ചരിക്കുകയും ചെയ്തു. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൂരജ് സജി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നതിൽ ആർക്കും സംശയം വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദാക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് CPIM സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ റാലിയിൽ കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇതിന്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം തന്നെ. ഇവിടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വം തീർത്തും ഭരണഘടനാ വിരുദ്ധമായതാണ്. ഒരു മഹാറാലി നടന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിലെല്ലാം നാം നടത്തിയ പ്രഖ്യാപനം RSS അജണ്ട നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു. പൗരത്വ നിയമത്തിനെതിരെ പ്രതിരോധം തീർത്തത് ഇടതുപക്ഷം മാത്രമാണ്. വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പലർക്കെതിരെയും കോൺഗ്രസ് നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിലക്ക് കണ്ടു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും മാത്രമാണ്. ഒരു കോൺഗ്രസുകാരനെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന റാലിയിൽ സമസ്ത ഉൾപ്പെടെ വിവിധ മത സാമുദായിക സംഘടനകളിലെ നേതാക്കളെ അണിനിരത്താൻ CPIMന് സാധിച്ചു. ആയിരങ്ങൾ കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയതോടെ പൗരത്വ നിയമത്തിനെതിരായ പ്രചാരണം വിജയം കണ്ടെന്ന വിലയിരുത്തലിലാണ് CPIM. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ കൂടി ചോദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. കോഴിക്കോട് കടപ്പുറത്ത് നിന്നും പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദറിനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24.
ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ RLVയുടെ രണ്ടാം ലാൻഡിംഗ് പരീക്ഷണവും വിജയം. രാവിലെ 7 മണിക്കാണ് RLVയുടെ രണ്ടാം ഘട്ട പരീക്ഷണം നടത്തിയത്. വാഹനം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറക്കി. കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. പുഷ്പക് എന്ന് പേരിട്ട വാഹനം 1.5 മണിക്കൂറുകൾ കൊണ്ട് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറങ്ങി. പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പൂർത്തീകരിച്ചുവെന്ന് ISRO അറിയിച്ചു. ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കാനാണ് പരീക്ഷണം. 2023 ഏപ്രിലായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശത്തേക്ക് അയച്ച് പേടകം തിരികെയെത്തുന്ന എല്ലാ സാഹചര്യങ്ങളും പരീക്ഷണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു. 2 പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ അടുത്ത ഘട്ടമായി പേടകത്തെ ബഹിരാകാശത്തേക്ക് അയക്കും. GSLV റോക്കറ്റിന്റെ ക്രയോജനിക് ഘട്ടം ഒഴികെയുള്ള ഭാഗങ്ങളും PSLVയുടെ 4ാം ഘട്ടവും ചേർന്നൊരു റോക്കറ്റാണ് പര്യവേഷണ വാഹനം. അതിന്റെ തലപ്പത്താണ് RLV. 2025 വിക്ഷേപണം നടത്താനാണ് ISRO ലക്ഷ്യമിടുന്നത്. ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ആൻഡമാനിലാകും പേടകം വന്നിറങ്ങുക. 24 ബംഗളൂരു. രാത്രികാല നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കോഴിക്കോട് NITയിലെ വിദ്യാർത്ഥികൾ. മുഴുവൻ കവാടങ്ങളും ഉപരോധിച്ച് ക്ലാസ് മുടക്കിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടു. രാത്രി 12 മണിക്ക് ശേഷം ഹോസ്റ്റലിലേക്ക് പ്രവേശനമില്ല. 11 മണി കഴിഞ്ഞാൽ ക്യാൻറ്റീനും പ്രവർത്തിക്കില്ല. കോഴിക്കോട് NIT അധികൃതർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിലെ നിർദ്ദേശങ്ങളാണിവ. രാത്രി 7 മണി വരെയുള്ള ക്ലാസ്സിനു ശേഷം ലൈബ്രറി ഉൾപ്പെടെയുള്ള പഠനാവശ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പുതിയ ഉത്തരവ് പ്രകാരം സാധിക്കില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് ആരോപണം. നമ്മൾ ജീവിക്കുന്ന കൺട്രി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രി ആണല്ലോ. ഒരു ഇത്രയും ഫൗണ്ടേഷൻസിൽ ബേസ് ചെയ്തുകൊണ്ടൊരു കൺട്രി അല്ലേ. ആ ഒരു കൺട്രിയിൽ ഇവരെന്താ ചെയ്തേക്കണത്? അവരാണെങ്കിൽ സെൻസർഷിപ്പ് കൊണ്ടുവന്നേക്കുന്നത്. അവിടുത്തെ ഒരു ക്യാമ്പസ് ആണത്. അവിടെയാണെങ്കിൽ സെൻസർഷിപ്പ് കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയോട് ചോദിക്കാതെയാണ് ഈ ഡിസിഷൻ എടുത്തേക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ തത്വരാഗം ഇങ്ങനത്തെ വലിയ ഫെസ്റ്റുകളും പിന്നെ അതുപോലത്തെ ഇവിടുത്തെ വലിയ ക്ലബ്ബുകളുടെയും പിന്നെ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഇത് അണ്ടറിലാണ് മിക്ക സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ പഠന സമയം കഴിഞ്ഞിട്ടുള്ള ടൈമുകളാണ്. അതായത് ഈ രാത്രികളിലായിരിക്കും ഇതിൻ്റെ എന്താ പറയുക ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കുന്നുണ്ടാവുക. അതിനെ ഈ കർഫ്യൂ അല്ലെങ്കിൽ ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസ് കുറേ രീതിയിൽ ബാധിക്കും, ഉറപ്പാണ്. നമുക്ക് പിന്നെ അതുപോലത്തെ ആക്ടിവിറ്റീസ് തുടർന്ന് ചെയ്യാനും പറ്റില്ല. ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കിയ വിദ്യാർത്ഥികൾ പ്രധാന കവാടം ഉൾപ്പെടെ ഉപരോധിച്ചു. 2 വട്ടം കോളേജ് അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ അത് കോളേജിന്റെ അച്ചടക്കത്തെ ബാധിക്കുമെന്നാണ് അധികൃതരുടെ നിലപാട്. 24 കോഴിക്കോട്. കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്തകപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൗരവമുള്ള സാഹചര്യമെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കത്തിന്റെ ഉള്ളടക്കം എന്താണ്? സുരജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് CBI അടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുത്തിരുന്നു. രാജ്യത്തെ തന്നെ 7 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ CBI ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്ത് നിന്ന് കുറച്ച് യുവാക്കളെ റഷ്യയിലേക്ക് ജോലി ആവശ്യത്തിനായി എത്തിക്കുകയും അവിടെ റഷ്യൻ യുദ്ധമുഖത്ത് അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു CBIക്ക് ലഭിച്ച പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആരംഭിച്ചത്. 2 ദിവസം മുൻപാണ് തിരുവനന്തപുരം 5 തെങ്ങ് കേന്ദ്രീകരിച്ചുകൊണ്ട് 3 യുവാക്കൾ ഈ റഷ്യയിലേക്ക് എത്തിയെന്നും റഷ്യൻ യുദ്ധമുഖത്ത് അവർ ഈ അകപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രിൻസ് എന്ന് പറയപ്പെടുന്ന 5 തെങ്ങ് സ്വദേശി റഷ്യൻ യുദ്ധമുഖത്തിൽ വെച്ച് വെടിയേറ്റ് ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുള്ളത്. ഗൗരവമുള്ള സാഹചര്യമാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു. ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തിരികെ നാട്ടിലേക്ക് എത്തിക്കണമെന്നാണ് സംസ്ഥാനം ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ശരി, ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതോടെ ജലവൈദ്യുതി ഉൽപ്പാദനം KSEB വെട്ടിക്കുറച്ചു. സംഭരണികളിലെ ജലനിരപ്പ് 49% കുറഞ്ഞതോടെയാണ് ഉൽപ്പാദനം കുറച്ചത്. പുറത്തുനിന്നും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങും. അടുത്ത 2 മാസത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ജലം സംഭരിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുകയാണ്. തുടർച്ചയായി 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് ഉപഭോഗം. ഇന്നലെ ഉപയോഗിച്ചത് 101.13 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ സാഹചര്യത്തിലാണ് KSEB വൈദ്യുതി ഉൽപ്പാദനം കുത്തനെ വെട്ടിക്കുറച്ചത്. മുൻപ് ശരാശരി 22 ദശലക്ഷം യൂണിറ്റ് പ്രതിദിനം ഉൽപ്പാദിപ്പിച്ചിരുന്നു.
ഇത് 12.9 ദശലക്ഷം യൂണിറ്റായാണ് കുറച്ചത്. ബോർഡിൻ്റെ സംഭരണികളിലാകെ 49% ജലം മാത്രമേ ഉള്ളൂ. വേനൽ രൂക്ഷമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുറത്തുനിന്ന് വൈദ്യുതി ലഭിക്കുന്നത് കുറഞ്ഞാൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇതൊഴിവാക്കാൻ ജലവൈദ്യുതി ഉൽപ്പാദനം പരിമിതപ്പെടുത്തുകയും ജലം സംഭരിച്ചു നിർത്താനുമാണ് തീരുമാനം. വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ഉയർന്ന നിരക്കിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങും. ഇന്നലെ ഉപയോഗിച്ചതിൽ 85.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങിയതാണ്. വേനൽ രൂക്ഷമാകുന്നതോടെ വീണ്ടും ഉപഭോഗം വർദ്ധിക്കുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും സ്വകാര്യ കമ്പനികൾ വൈദ്യുതി നൽകാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ കെയറൈസ് വിതരണത്തിൽ അഴിമതിയാണെന്ന PK കൃഷ്ണദാസിന്റെ ആരോപണം തള്ളി ഭക്ഷ്യമന്ത്രി GR അനിൽ. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാധ്യമങ്ങളിൽ ഇടം നേടാൻ BJP കണ്ടെത്തിയ വഴിയാണ് അഴിമതി ആരോപണം. കെയറൈസുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമായിരുന്നുവെന്നും ഭക്ഷ്യമന്ത്രി 24നോട് പറഞ്ഞു. തെലങ്കാനയിൽ നിന്ന് അരി കടം വാങ്ങിയാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും പറഞ്ഞത് കള്ളമാണെന്നും കർണാടകയിൽ നിന്നുള്ള വില കുറഞ്ഞ അരി ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയാണെന്നുമാണ് BJP നേതാവ് PK കൃഷ്ണദാസിന്റെ ആരോപണം. നിയമം ലംഘിച്ച് കരാർ നൽകിയെന്നും അരി വിതരണത്തിൽ അഴിമതിയുണ്ടെന്നും PK കൃഷ്ണദാസ് ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളി ഭക്ഷ്യമന്ത്രി GR അനിൽ രംഗത്തെത്തി. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. തെലങ്കാന സർക്കാരുമായും ആന്ധ്ര സർക്കാരുമായിട്ടെല്ലാം ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അവിടെ നമ്മൾ കണ്ടെത്തിയതിനേക്കാൾ വില കൂടുതലായ സാഹചര്യമാണ് ഉണ്ടായെന്നാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അന്നേ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് റെയ്ഡ്കോ പറഞ്ഞില്ലേ, റെയ്ഡ്കോ എന്ന് പറയുന്ന സഹകരണ സ്ഥാപനമല്ലേ, ബാക്കി ടെൻഡറിലല്ലേ, ടെൻഡർ പ്രോസസ്സിംഗ് എല്ലാം തന്നെ അവിടെ ഓഫീസിലുണ്ടല്ലോ. എനിക്കതൊന്നും അറിയില്ല, ഞങ്ങളത് അറിയേണ്ട കാര്യമില്ല. അതെല്ലാം ഒരു സ്ഥാപനം നിലയ്ക്ക് ആ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ പ്രതികരിക്കും. ഭാരത് റൈസിനെതിരായ ജനങ്ങളുടെ വിമർശനങ്ങളിൽ ജാള്യത മറയ്ക്കാനുള്ള BJPയുടെ നീക്കമാണ് അഴിമതി ആരോപണമെന്നും കരാർ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും സർക്കാർ സുതാര്യമായാണ് പൂർത്തിയാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി. CPIM CPI സംയുക്ത അരി കുംഭകോണമാണ് നടക്കുന്നതെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും PK കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. 24, തിരുവനന്തപുരം. തൃശൂർ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു എന്നുള്ള വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. ഒരാന അടുത്തുള്ള ആനയെ കുത്തുകയായിരുന്നു. സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണത്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് സൂരജ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനങ്ങൾ. പക്ഷേ അതിലേറെ ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആനകൾ പെട്ടെന്ന് ചിതറി ഓടുകയായിരുന്നു. ഇതിനിടയിൽ ആന ഏറെ നേരം 2 ആനകളും കുത്തുകൂടുന്ന ഒരു സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ആനകൾ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടുന്ന സമയത്താണ് ഈ ചിതറി ഓടിയ ആളുകളിൽ പലർക്കും പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ആനകളുടെ പേരുവിവരമെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ രവികൃഷ്ണൻ എന്ന ആനയും അതുപോലെ തന്നെ പുതുപ്പള്ളി അർജുനൻ എന്നീ 2 ആനകളുമായിരുന്നു ഈ ഇടഞ്ഞോടുന്നത്. അതായത് ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിൽ ഒരാന പെട്ടെന്ന് ഇടഞ്ഞ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടുകയായിരുന്നു. ഓടി ഈ ആന തിരിഞ്ഞു വന്ന് ഈ അടുത്തുണ്ടായിരുന്ന മറ്റേ ആനയെ കുത്തുകയായിരുന്നു. 2 ആനകളും തമ്മിൽ ഏറെ നേരം ഈ കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നീട് ഈ ആന ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടുകയായിരുന്നു. അവിടെ നിന്ന് ഈ ആന ഓടി മുളങ്ങു ഭാഗത്തേക്ക് ഓടുകയായിരുന്നു. ആ സമയത്ത് ഈ പുഴയ്ക്ക്, കരിവന്നൂർ പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട്. ഈ പാലത്തിലെല്ലാം ഈ ഉത്സവം കാണാനെത്തിയ ആളുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ആന വിരണ്ടോടുന്ന സമയത്ത് തന്നെ ഈ പലരും ഈ പാലത്തിന് മുകളിലും അവിടെ ഉണ്ടായിരുന്ന വാഹനത്തിന് മുകളിലൊക്കെ ആളുകൾ കയറി നിന്നു. ആ സമയത്താണ് ആന ഈ പാലത്തിലൂടെ ഓടി മറുകരയിലേക്ക് പോകുന്നത്. പിന്നാലെ ഈ എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ആനപ്പാപ്പാന്മാരും എല്ലാം ഓടിയെങ്കിൽ പോലും ആനയെ തളയ്ക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് എലിഫന്റ് ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ഒരു ആനയെ തളച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 2ാമത്തെ ആനയെ പാപ്പാന്മാർ ഇടപെട്ടുകൊണ്ട് തന്നെ അനുനയിപ്പിച്ച് സമീപത്തെ ഒരു പറമ്പിൽ തളച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 2 ആനകളെയും അരമണിക്കൂറിനുള്ളിൽ തന്നെ തളയ്ക്കാൻ സാധിച്ചു. പക്ഷേ ഇതിനിടയിൽ തന്നെ നിരവധി പേർക്ക് ഈ തിക്കിനും തിരക്കിലും അതുപോലെ തന്നെ ഈ ആനയുടെ ആക്രമണത്തിനും എല്ലാം പരിക്കേറ്റിട്ടുണ്ട്. 4 പേരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പോലീസും സംഘാടകരും എല്ലാം സ്ഥിരീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെയും പരിക്കേറ്റ മറ്റു ചിലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയൊരു സംഭവങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിലാണ് ഈ ആനകൾ തമ്മിൽ ഇടയുന്ന ഒരു സാഹചര്യം, കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെത്തിക്കും. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാമിനി നാളത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്
നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. മറ്റു വാർത്തകളിലേക്ക്. അധിക്ഷേപ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുത്ത് പോലീസ്. മാഹിയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ച് കോഴിക്കോട്ട് നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മുതലക്കുളത്ത് BJP കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് PC ജോർജ് വിവാദമായ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിൽ മാഹിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇത്തരത്തിൽ വിവാദമായ ചില പരാമർശങ്ങൾ നടത്തിയത്. അതിൽ മാഹിയിലെ സ്ത്രീകളെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഗുണ്ടകളും റൌഡികളും തെമ്മാടികളും കുത്താടിയ പ്രദേശമാണ് മാഹി എന്നതടക്കമുള്ള ചില വിവാദ ഭാഗങ്ങൾ ഈ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് മാഹി സ്വദേശിയായ സുനിൽകുമാർ പോലീസിനെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് നിലവിൽ മാഹി പോലീസ് PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. IPC 153A 125 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതായത് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. TK ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ഭീമ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം അങ്കമാലിയിൽ തുറന്നു. ഉദ്ഘാടന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA, മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ്, ഡോക്ടർ എബ്രഹാം മോർ സെവേറിയസ്, ഭീമ ജ്വൽസ് ചെയർമാൻ ബിന്ദു മാധവ്, ഡയറക്ടർ സരോജിനി ബിന്ദു മാധവ്, മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് എന്നിവർ പങ്കെടുത്തു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.